അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 174. താൻ പറയുന്നത് കേട്ട് കണ്ണൊക്കെ വിടർത്തി പൊന്നൂന് അഭിമാനത്തോടെ നോക്കുന്ന അംബികയെ കണ്ട് ജ്വാലയ്ക്ക് പുച്ഛമാണ് തോന്നിയത്. നീ അമ്മയുടെ മോള് തന്നെ, അംബിക മനസ്സിൽ പറഞ്ഞു. അവരുടെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് പൊന്നൂന് ഊഹം ഉണ്ടായിരുന്നു. അവൾ അപ്പൂനെ ഒന്ന് നോക്കി. അവൻ അവളുടെ കൈകൾ കോർത്തു പിടിച്ചു. അമ്മായി ഞാൻ പറഞ്ഞത് കേട്ടില്ലാന്നുണ്ടോ? ഒന്നും പറഞ്ഞില്ല. അമ്മായിക്ക് മാത്രല്ല അമ്മാവനും പറയാ. നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മതക്കുറവുണ്ടോ ഈ വിവാഹത്തിന്? ജ്വാല ചോദിച്ചു. അയ്യോ, എന്ത് സമ്മതക്കുറവ്? അമ്മായിക്ക് 100 വട്ടം സമ്മതം. അമ്മാവനും അതെ, അല്ലേ മനുഷ്യ? അംബിക ജ്വാലയോട് പറഞ്ഞുകൊണ്ട് കേശവന്റെ തോളിൽ പതിയെ അടിച്ചു. അതെ, എനിക്ക് സമ്മതം. അയാളും പെട്ടെന്ന് പറഞ്ഞു. ജ്വാല അഗ്നിയെ നോക്കി. അതൊക്കെ തന്നെയാണ് അവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ എല്ലാം കേട്ടുനിന്ന രാജന്റെ അരുന്ധതിയുടെ മുഖം വലിഞ്ഞു മുറുകി. അല്ല, അതെങ്ങനെ ശരിയാവും? നിന്റെ ഏട്ടനല്ലേ അംബികയത്? ആ ഏട്ടന്റെ മോള് നിൽക്കുമ്പോ നിന്റെ മോളുടെ വിവാഹോ? മാസം കൊണ്ട് എന്റെ സൗബിയം മൂത്തത്. അതുകൊണ്ട് എന്തുകൊണ്ടും ആരവന് ചേർന്നത് എന്റെ സൗബി തന്നെയാ. അരുന്ധതി പറഞ്ഞു. അപ്പവും പൊന്നും അവരെ വാപൊളിച്ചു നോക്കി. സൗബിയാണെങ്കിൽ ഈ തള്ള കാരണം ഞാൻ ഇനി വാങ്ങിച്ചു കൂട്ടും എന്ന പോലെ കവിളും പൊത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. രാജനൊന്നും പറഞ്ഞില്ലെങ്കിലും പൊന്നു കൗസ്തുഭത്തിലെ മരുമകളാകുന്നത് അയാൾക്ക് ഓർക്കാനും പോലും സാധിക്കുന്നില്ലായിരുന്നു. അവളെക്കാൾ തന്റെ മകളാണ് അവിടേക്ക് ചേരുന്നവളെന്ന ചിന്ത. അംബിക അരുന്ധതിയെ പുച്ഛത്തോടെ നോക്കി. അതിന് ആരോമോൻ ഇഷ്ടം എന്റെ പൊന്നുവിനെയാ, അല്ലാതെ ഏട്ടത്തിയുടെ മോളെയല്ല. ജ്വാല പറഞ്ഞത് ഏട്ടത്തിയും കേട്ടതല്ലേ? അംബിക ചുണ്ടുകൊട്ടി. ഓ, നിന്റെ മോളുടെ കൊണവധികാരമൊന്നും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്റെ മോളോട് ഞാൻ ആരവിനെ പ്രണയിക്കാൻ പറഞ്ഞതുകൊണ്ടല്ലേടി നീ നിന്റെ മോളെ അതിന് പറഞ്ഞു വിട്ടെ? വെറും അസൂയായിരുന്നു നിനക്ക്. എന്റെ മോളെങ്ങനെ നന്നായി പോയാലോന്നുള്ള അസൂയ. അതിനു വേണ്ടി മോളെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് ഇപ്പൊ വലിയ ഡയലോഗ് അടിക്കുന്നോടി. അരുന്ധതി ദേഷ്യത്തോടെ എന്തൊക്കെയോ വിളിച്ചു കൂവി. അരുന്ധതി! കേശവൻ ദേഷ്യത്തോടെ വിളിച്ചു. ഏട്ടൻ ഈ കാര്യത്തിൽ അഭിപ്രായം പറയണ്ട. അരുന്ധതി അയാൾക്ക് നേരെ ചീറി. അതോടെ അയാളുടെ വാടഞ്ഞു. ദേ, അഴിഞ്ഞാടിയത് ഞാനല്ല, നിങ്ങളുടെ മൂത്ത മോളാ. അതിവിടെ എല്ലാവർക്കും അറിയാവുന്നതുവാ. എന്നിട്ട് ഇതുപോലുള്ള തോന്നിവാസം എന്നെക്കുറിച്ച് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, സ്ഥാനൊന്നും നോക്കില്ല ഈ ചൈതന്യ. പൊന്നും വിരല് ചൂണ്ടി അരുന്ധതിക്ക് നേരെ പറഞ്ഞു. ആഹാ, ഞാനൂലും പത്തിയോ? നീ കൊള്ളാലോടി. വലിയൊരിടത്തുനിന്ന് ഒരുത്തനെ മയക്കിയെടുത്തിട്ടിപ്പോ നല്ല പിള്ള ചമയുന്നോ? അരുന്ധതി പൊന്നുവിനെ പരിഹസിച്ചു. ആ, ഞാൻ മയക്കിങ് നന്നായി. എനിക്കത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്താണെന്ന് എൻ്റെ അപ്പേട്ടനറിയാം. എനിക്ക് അത് മാത്രം മതി. അല്ലാതെ നിങ്ങൾ പറയുന്നതൊക്കെ ആര് വിശ്വസിക്കാൻ? എൻ്റെ പ്രണയം സത്യ, അതുകൊണ്ട് എനിക്കത് കിട്ടി, അത്രേ ഉള്ളൂ. പൊന്നു ദേഷ്യം കൊണ്ട് വിറച്ചു. പൊന്നൂട്ടാ, നീയൊന്ന് അടങ്ങിക്കേ. അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അപ്പു പൊന്നുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ പെണ്ണപ്പോഴും ആകെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. എന്തൊരു അസൂയ നിങ്ങളുടെ അനിയത്തിക്ക്! നമ്മുടെ മോള് നല്ലൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്നതിന്റെ അസൂയ. അംബിക അരുന്ധതിയെക്കുറിച്ച് കേശവനോട് പറഞ്ഞു. അയാൾക്കും അത് ശരിയാണെന്ന് തോന്നി. അതെ, ഈ സംസാരം ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും? ഒടുക്കൻ രാജൻ തന്നെ ഇടപെട്ടു. ആദ്യം നിങ്ങളുടെ ഭാര്യയോട് ഒതുങ്ങാൻ പറ. അവരുടെ നാവ് കേട്ടില്ലേ? എന്നാ നീ ഇതുകൂടി കേട്ടോ. കല്യാണം കഴിഞ്ഞ് എൻ്റെ മോളുടെ കൂടെ ഞങ്ങളും പിന്നെ കൗസ്തുഭത്തിൽ താമസിക്കും. അതിന് നീയല്ല, ആര് തീരുമാനിച്ചിട്ടും കാര്യമില്ല. അംബിക ഒരു അലർച്ച പോലെ പറഞ്ഞു. ജ്വാല അവരെ ഒന്ന് നോക്കി. പക്ഷെ ആകെ തിളച്ചു നിൽക്കുകയാണ് അവർ. നീ എന്താടി എന്നെ വിളിച്ചേ? നീയെന്നോ? ഞാൻ നിന്റെ ഏട്ടത്തിയാ. അരുന്ധതി അവർക്കടുത്തേക്ക് പാഞ്ഞു വന്നു. അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്നത് നിന്റെ ഏട്ടനല്ലേ? ഇങ്ങേരുടെ ഭാര്യയെ ഞാൻ, അതായത് ഞാനും നിനക്ക് ഏട്ടത്തിയാ. അതുകൊണ്ട് സ്ഥാനം പറഞ്ഞ് നീ എന്നെ നിലയ്ക്ക് നിർത്താൻ നോക്കണ്ട. അസൂയ മൂത്ത സാധനം. അംബിക പിറുപിറുത്തു. അങ്ങനെ ഇപ്പൊ എന്നെയും എന്റെ മക്കളെ ഒന്നും അല്ലാതാക്കിയിട്ട് നീയും നിന്റെ മകളും ജീവിക്കില്ലടി. അരുന്ധതി ഭ്രാന്ത് പിടിച്ചതുപോലെ അംബികയുടെ മുടിക്കുത്തിൽ പിടിച്ചു. വിടടി! അംബിക അരുന്ധതിയുടെ തലമുടിയിൽ പിടിമുറുക്കി. വിടടി നാശമേ! അരുന്ധതി അലറി. അളിയാ, നിന്റെ ഭാര്യയോട് മാറാൻ പറ. കേശവൻ രാജനെ നോക്കി പല്ലുകടിച്ചു. നീ നിന്റെ ഭാര്യയോട് പറയടാ. രാജൻ പുച്ഛത്തോടെ പറഞ്ഞു. എടാ, നീ ആദ്യം നിന്റെ ഭാര്യ ഒതുക്കടാ. കേശവൻ രാജന്റെ മുഖത്തേക്ക് വീശിയടിച്ചു. കണ്ടുനിന്ന എല്ലാവരും ഞെട്ടിപ്പോയി. അയ്യോ! അരുന്ധതി പെട്ടെന്ന് രാജന്റെ കൈ പിടിച്ചു. അയാളാ കൈ കുടഞ്ഞെറിഞ്ഞ് രാജന്റെ കവിളിലും വീശിയടിച്ചു. തലയൊന്ന് കുടഞ്ഞുപോയി കേശവൻ. പരസ്പരം 4 സഹോദരങ്ങളും തമ്മിലുള്ള തല്ലുമുറുകി. അംബികയെ അരുന്ധതി അടിച്ചു. ആ ദേഷ്യത്തിന് രാജൻ അയാളുടെ സഹോദരി അംബികയെ അടിച്ചു. അത് കണ്ടുകൊണ്ട് അയാളുടെ ഭാര്യ അടിച്ച ദേഷ്യത്തിന് അരുന്ധതിയുടെ കരണം നോക്കിയൊന്ന് കൊടുത്തു കേശവൻ. അരുന്ധതി പകപ്പോടെ അയാളെ നോക്കി. ഇന്ന് വരെ എന്നെ നുള്ളിപ്പോലും നോവിക്കാത്ത ഏട്ടനാ. ദേഷ്യം, സങ്കടം എല്ലാം കൂടി അരുന്ധതി അംബികയുടെ ദേഹത്ത് തീർക്കാൻ തുടങ്ങി. എല്ലാം കണ്ട് പൊന്നു കരഞ്ഞുകൊണ്ട് അവർക്കടുത്തേക്ക് ഓടി. അമ്മേ! അവളെ വിളിച്ചു. പൊന്നു! അപ്പു പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചു. അപ്പേട്ടാ, എൻ്റെ അമ്മ! അവളി വിങ്ങിപ്പൊട്ടി. എത്രയൊക്കെ ആയാലും പ്രസവിച്ച സ്ത്രീയാണ്. എങ്ങനൊരു മകൾ ആ കാഴ്ച കണ്ടു നിൽക്കും? അപ്പു പെട്ടെന്ന് അവളുടെ മുഖം തന്റെ നെഞ്ചിലേക്ക് അമർത്തി പൊതിഞ്ഞു പിടിച്ചു. വേണ്ട പൊന്നൂട്ടാ, ഇപ്പൊ നീ അതിനിടയിലേക്ക് പോയാൽ നിനക്കും അടിയിട്ടും. സ്വത്തിനും മുതലിനും വേണ്ടി തമ്മിൽ തല്ലുന്നത് കഴിഞ്ഞിട്ട് അവരുടെ മക്കളും നല്ലൊരിടത്ത് ജീവിക്കരുതെന്ന വാശിയാ ഇപ്പോ അവിടെ നടക്കുന്നെ.
അവിടേക്ക് നീ പോവണ്ട. അപ്പോൾ അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പൊന്നു പൊട്ടിക്കരഞ്ഞു പോയി. ഒന്നും കാണാൻ കഴിയാത്തതുപോലെ ദേഹം തളരുന്നു. അഗ്നി ജ്വാലയ്ക്കടുത്തേക്ക് പോയി അവളുടെ കൈകൾ കോർത്തു പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെന്ന് ജ്വാലയെ അപ്പോഴാണ് അറിയുന്നത്. ദേവേട്ട, അവൾ ഇടർച്ചയോടെ വിളിച്ചു. കരയരുത്, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ലേ. ദേവേട്ടൻ മോളോടെല്ലാം പറഞ്ഞതല്ലേ? അവൻ ചോദിച്ചു. അതെ, പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റണില്ല ദേവേട്ട. അവള് വിതുമ്പിപ്പോയി. ഇപ്പോ തോറ്റു പോരുത് കുഞ്ഞ. ഈ നിമിഷം നീ തോറ്റുപോയാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ജയിക്കാൻ കഴിയില്ല. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അഗ്നി ആർദ്രമായി പറഞ്ഞു. ഉം. അവള് മൂളി തേങ്ങലോടെ. അഗ്നി ആ കണ്ണുനീർ തുടച്ചു കൊടുത്തു. സുരഭി എല്ലാം കണ്ട് ഒന്നും ചെയ്യാനാവാതെ കണ്ണു നിറച്ചിരിക്കുകയാണ്. ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒന്നായി കഴിയണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയാ എങ്ങോട്ട് പോവും? അമ്മയുടെ വീട്ടിലേക്കായിരിക്കോ? അവിടേക്ക് പോയാ ഈ സ്ത്രീയും അങ്ങോട്ട് വരുമോ? അതോ ഇവരിപ്പോ തന്നെ കൗസ്തുഭത്തിലേക്ക് പോവോ? അംബികയെ നോക്കി സുരഭി ആലോചിച്ചത് അത് മാത്രമാണ്. അല്ലാതെ ആര് തല്ലിയാലും മരിച്ചാലും എനിക്കൊന്നുമില്ലാന്ന മട്ട്. പക്ഷെ സൗബി കരയുന്നുണ്ട്. എങ്കിലും അവൾ അവർക്കിടയിലേക്ക് പോയില്ല. നാലാളുടെയും തമ്മിൽ തല്ല് കണ്ട് ജ്വാലയുടെ മുഖം ചുവന്നു. ഒന്ന് നിർത്തുന്നുണ്ട് എല്ലാരും, കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. അവളൊരു അലർച്ച പോലെ പറഞ്ഞു. കേശവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് നിൽക്കുകയായിരുന്ന രാജന്റെ കൈകൾ അയഞ്ഞു. രാജൻ ചുണ്ടിലെ ചോര തുടച്ചു നീക്കി അയാളിൽ അകന്നു മാറി. കേശവനും അയാളുടെ നെറ്റിയിലെ മുറിവിൽ പതിയെ തൊട്ടുനോക്കി. അരുന്ധതി അംബികയും അടിച്ചു ക്ഷീണിച്ചു നിൽക്കുന്ന സമയമായിരുന്നതുകൊണ്ട് തന്നെ അവരിരുവരും പെട്ടെന്ന് അകന്നു മാറി. അംബിക കണ്ണു നിറച്ച് ജ്വാലയെ നോക്കി. മോളെ ജ്വാലെ, കണ്ടു ഇവളെ? എന്റെ ഭർത്താവിനെ ഇവര് കാണിക്കുന്ന കണ്ടില്ലേ? അമ്മായി ഇവിടുന്ന് പോണോ മോളെ? പോയാൽ ഇവളുടെ വീട്ടിലേക്ക് അമ്മായി പോവില്ല. ഇനിയുള്ള കാലം എന്റെ മോളുടെ കൂടെ കൗസ്തുഭത്തിൽ നിന്നോളാം ഞാൻ. അവര് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പെട്ടെന്ന് അകത്തേക്ക് നടക്കാൻ തുടങ്ങി. എങ്ങോട്ടേക്കാ? അത് കണ്ട് ജ്വാല ചോദിച്ചു. ഞാനോ? അമ്മായി ഡ്രസ്സൊക്കെ എടുത്തു വെക്കട്ടെ മോളെ, നമ്മൾ ഒരുമിച്ചല്ലേ ഇറങ്ങുന്നേ? അംബിക സന്തോഷത്തോടെ പറഞ്ഞു. ജ്വാല അവരെ പുച്ഛത്തോടെ നോക്കി. ഞാൻ വെറൊരു പൊട്ടിയാണെന്ന് തോന്നുന്നുണ്ട് അമ്മായിക്ക്? അവള് ചോദിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് വന്നു. അഗ്നി അല്പം നീങ്ങി നിന്നു. അംബികയ്ക്ക് അവള് പറഞ്ഞത് അത്ര വ്യക്തമായില്ല. മോളെ, അവര് വിളിച്ചു. ഞാൻ നിങ്ങളോടെല്ലാരോടും പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാനാ. പകരം കൗസ്തുഭത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നല്ല. അവളുടെ ശബ്ദമുയർന്നു. അംബികയെ അരുന്ധതിയും കേശവനും രാജനും അവളെ ഉറ്റുനോക്കി. മോളെ, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഞാനും കേശവേട്ടനും എങ്ങോട്ട് പോവും? മോള് തന്നെയല്ലേ പറഞ്ഞേ പൊന്നൂന്റെ അരവിന്റെ വിവാഹം ഉടനെ ഉണ്ടാവുന്ന്. അപ്പൊ ഞങ്ങള് വേണ്ടേ ഞങ്ങളുടെ മോളുടെ കൂടെ? അവരേറിയ നെഞ്ചിടിപ്പോടെ ചോദിച്ചു. പൊന്നു അംബികയെ ഉറ്റുനോക്കി. ജ്വാലയൊന്ന് ചിരിച്ചു. അതെ അമ്മായി, പൊന്നൂന്റെ അരവേട്ടന്റെ വിവാഹം ഉടനെ കാണും. ആ വിവാഹത്തിന് അച്ഛനും അമ്മയായിട്ട് നിങ്ങൾ രണ്ടാളും അവൾക്കൊപ്പം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അതുവരെ അതിനുശേഷമോ നിങ്ങൾ എവിടെ താമസിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം എൻ്റെ പക്കലില്ല. പക്ഷെ ഒന്ന് മാത്രം അറിയാം, ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന പൊന്നു മാത്രമേ തിരികെ പോകുമ്പോഴും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവൂന്ന്. അതല്ലാതെ ആരും വരില്ല ഞങ്ങളുടെ കൂടെ. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ കിതച്ചു പോയിരുന്നു. അരുന്ധതി ചിരിച്ചുപോയി. അയ്യോ, എന്തൊക്കെയായിരുന്നു ഇത്രയും നേരം? അവരംബികയെ കളിയാക്കി. അംബികയുടെ കണ്ണു നിറഞ്ഞു. അപ്പൊ മോളെ ഞങ്ങള്? അംബിക ചോദിച്ചു. സ്വന്തമായിട്ട് വീടുണ്ടല്ലോ, അങ്ങോട്ട് പൊക്കോളൂ. പൊന്നൂനിന്റെ തീരുമാനത്തിൽ ദേഷ്യം ഉണ്ടെങ്കിലും ഇപ്പൊ ഇത് മാത്രം എന്റെ തീരുമാനം. കണ്ണു നിറച്ചു നിൽക്കുന്ന പൊന്നൂനെ നോക്കി ജ്വാല ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇല്ല, എനിക്ക് ദേഷ്യമൊന്നുമില്ലടി. പൊന്നു പറഞ്ഞു. മോളെ പൊന്നു, കേശവനും അംബികയും ഒരുപോലെ വിളിച്ചു. ജ്വാല പറഞ്ഞേ കൂടുതലൊന്നും എനിക്കും പറയാനില്ല. എന്താ എടുക്കാനുള്ളെന്ന് വെച്ചാ എടുത്തിട്ട് വേഗം ഇറങ്ങിക്കോളൂ. അവൾ മറ്റെങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളെ നോക്കി വിതുമ്പിക്കൊണ്ട് അംബിക പെട്ടെന്ന് അകത്തേക്ക് നടന്നു. പിറകെ തന്നെ കേശവനും. നിങ്ങളോടും കൂടിയാ ഇനി വല്യമ്മയെ വല്യച്ഛനാണെന്നൊക്കെ പറഞ്ഞ് ആരിവിടെ നിൽക്കേണ്ടതില്ല. ജ്വാല അറുത്തുമുറിച്ച് ഇരുവരോടായിട്ട് പറഞ്ഞു. നീ നശിച്ചു പോവുള്ളടി, ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ല. അരുന്ധതി അവളെ ശപിക്കും പോലെ പറഞ്ഞു. ദേ തള്ളേ, എന്റെ പെണ്ണിനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ കൊന്നു കുഴിച്ചു മൂടും നിന്നെ ഞാൻ. അഗ്നി അരുന്ധതിക്ക് നേരെ പാഞ്ഞു വന്നലറി. അരുന്ധതി പേടിയോടെ ഒരടി പുറകിലേക്ക് മാറി. എന്റെ കൈയിന്റെ ചൂട് അറിയണ്ടെന്നുണ്ടെങ്കിൽ അടക്കി വെച്ച നിന്റെ നാക്ക്, അല്ലെങ്കിൽ. അവൻ അരുന്ധതിയുടെ മുഖത്തിന് നേരേക്ക് വിരല് ചൂണ്ടി. അവര് പേടിയോടെ ഉമിനീർ വിഴുങ്ങി. നിന്നെ എത്രയും കാലം നോക്കിയതിനുള്ള നന്ദിയായിരിക്കും അല്ലേടി? നിന്റെ തന്തയെ പോലെ തന്നെ നീയും നന്ദിയില്ലാത്തവള്. രാജൻ പകയോടെ ജ്വാലയോട് പറഞ്ഞു. എന്റെ അച്ഛൻ എന്ത് നന്ദിയേടാ വല്യച്ഛനോട് കാണിച്ച്? കിട്ടേണ്ടതെല്ലാം വാങ്ങി നിങ്ങളെല്ലാരും ഇവിടെ നിന്ന് പോയപ്പോ എല്ലാം ഒന്നിന്ന് തുടങ്ങി ഇന്നീ കാണുന്നത് മുഴുവൻ ഉണ്ടാക്കിയതോ? അതാണ് എൻ്റെ അച്ഛൻ നന്ദികേട് കാണിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞ്. ആ ഉണ്ടാക്കിയത് തിന്നു മുടിപ്പിച്ചല്ലേ ഇത്രയും കാലം നിങ്ങൾ ജീവിച്ച്. എന്നിട്ട് നന്ദികേട് പോലും. ഇറങ്ങാൻ നോക്ക് ഇവിടെ നിന്ന്. ഇനി ഇവിടെ നിന്നാ ചൂലെടുത്ത് മുഖത്തടിക്കും ഞാൻ. ചുവന്നു കലങ്ങിയ കണ്ണുകളിൽ നുരഞ്ഞു പൊന്നുന്ന ദേഷ്യത്തോടെ ജ്വാല പറഞ്ഞു. അയാൾ പകപ്പോടെ അവളെ ഒന്ന് നോക്കി അകത്തേക്ക് നടന്നു. പെട്ടെന്ന് അഗ്നി അയാളുടെ മുന്നിലേക്ക് കൈതടഞ്ഞു വെച്ചു. രാജൻ അവനെ സംശയത്തോടെ നോക്കി. ഏതായാലും എൻ്റെ ഭാര്യ അവളുടെ അച്ഛനും തന്നോട് നന്ദികേട് കാണിച്ചവരല്ലേ.
അതുകൊണ്ട് നന്ദിയുള്ള ഒരാള് തന്നോട് കാണിച്ച നന്ദി കൂടി കണ്ടിട്ട് പൊക്കോ. അഗ്നി പരിഹാസത്തോടെ പറഞ്ഞു. രാജൻ കാര്യം മനസ്സിലാവാതെ അഗ്നിയെ നോക്കി. അഗ്നി അവന്റെ ഫോൺ എടുത്ത് അതിന്ന് എന്തോ ഒരു വീഡിയോ ഓണാക്കി അത് രാജന്റെ മുഖത്തിന് നേരേക്ക് കാണിച്ചു. ആ സമയം തന്നെ അരുന്ധതി അകത്തുനിന്ന് സിറ്റ് ഔട്ടിലേക്ക് കയറി വന്നു. പക്ഷെ അഗ്നിയുടെ കയ്യിലെ ഫോണിലേക്ക് നോക്കിയ രാജന്റെ കണ്ണുകൾ പകപ്പോടെ മിഴിഞ്ഞു. ഇവിടുത്തെ പ്രമാണികളിൽ ഒരുവനായ മാധവന്റെ ഗസ്റ്റ് ഹൗസ്. അവിടേക്ക് കയറി ചെല്ലുന്ന അരുന്ധതി. ഡോറിൽ അവളൊന്ന് തട്ടിയതും മാധവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു. അരുന്ധതിയെ കണ്ട അയാളുടെ കണ്ണുകൾ വിടർന്നു പോയി. അയാൾ പെട്ടെന്ന് അവരെ പുണർന്നുകൊണ്ട് അരുന്ധതിയുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഛേ! അറപ്പോടെ രാജൻ മുഖം തിരിച്ചു കളഞ്ഞു. അത് കണ്ട് അഗ്നിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. വീണ്ടും ആ ഫോണിലേക്ക് നോക്കിയതും മാധവന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് അയാളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കയറിപ്പോകുന്ന അരുന്ധതിയെ കണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. മാധവൻ വാതിലടയ്ക്കുന്നതിനോടൊപ്പം ആ വീഡിയോ അവസാനിച്ചു. രാജന്റെ കണ്ണുകളിൽ നിന്നും ഒരു കടൽ തന്നെ പെയ്തിറങ്ങി. ചതി! പാതിയായിരുന്നവൾ എന്നെ കൂടെ നിന്ന്. അയാളുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. അരുന്ധതി പേടിയോടെ അയാളെ നോക്കി. തന്നെ തുറച്ചു നോക്കുന്ന ആ കണ്ണുകളിൽ നിന്നും അവരെന്തൊക്കെയോ മനസ്സിലാക്കിയിരുന്നു. അപ്പോഴേക്കും തുടരും.